ഇങ്ങനെ എടുക്കുക. സൂപ്പർ ആളിയാ. എങ്ങനെയുണ്ട്? ഹലോ ഗൈസ്, സൂസ മല്ലു വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയൊരു വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റം ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞത്? അതെ, ഇടിയിറച്ചി. അതായത് നാട്ടിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് കുറച്ച് പോത്തിറച്ചി നല്ല സൂപ്പറായിട്ട് സ്മോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സ്മോക്ക് ചെയ്ത് മാത്രമല്ല, വെയിലത്തൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് ഉണക്കി കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ അതാണ് ഇന്ന് ചെയ്യാൻ പോണേ. അപ്പൊ കുറെ നാളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഒരുപാട് പേര് പരാതികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ആ പരാതികളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെറൈറ്റി ആയിട്ടാണ് വന്നേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉണക്കിയ ബീഫാണ് ഇത് കേട്ടോ. ഇത് സ്മോക്ക് ചെയ്ത് നല്ല പുകയത്ത് വെച്ച് സ്മോക്ക് ചെയ്തെടുത്തതും അതേപോലെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് ബീഫാണ്. ഒരു ഏകദേശം ഒരു 3/4 കിലോ വരുന്നുണ്ട്. ഇത് നമ്മൾ നല്ല ഹാർഡായിരിക്കും. നമ്മളിതിനെ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. പിന്നെ നമുക്ക് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി, ഒരു മൊത്തമായിട്ടുള്ളൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10-20 പീസ് ചുമന്നുള്ളിയാണ്, ചെറിയ ഉള്ളിയാണ്, അതുകൊണ്ട് അത്ര എടുത്തത് കേട്ടോ. പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം, ഒരു 3-4 വറ്റൽമുളക്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട പൊടി ഐറ്റംസ് എല്ലാം നമുക്ക് വഴിയെ കാണാം. ആദ്യം നമുക്ക് ഈ ഇറച്ചി ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം ഞാൻ. അപ്പൊ നമ്മളിതെല്ലാം ഇടിച്ചെടുത്തിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് ഇടിച്ചെടുത്തല്ല കേട്ടോ, ഉള്ള കാര്യം തുറന്നു പറയാലോ. ഞങ്ങൾ മിക്സിയിലിട്ട് ഇടിച്ചിട്ടൊക്കെ പണി പാടുകയാണ്, കുറെ നേരം വേണം. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടിച്ചെടുക്കാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ഇവിടെ നമുക്ക് അതിനുള്ള പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്താണ്. ഇവിടെ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ, ഇവിടെ ഉള്ള പുറത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ സൗകര്യം മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയായിരിക്കും. അപ്പോൾ അതാണല്ലേ ഇങ്ങനെ 100 പോലെ വരും മിക്സിയിലിട്ട് അടിച്ച് ചെയ്യുമ്പോൾ. ഇതേപോലെ തന്നെ വരണം, മറ്റതിനകത്തും ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ വരും, 100 പോലെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ കുക്കിങ്ങിലെ പ്രോസസ്സിലോട്ട് കയറുകയാണ് കേട്ടോ. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതോടെ നമുക്ക് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വെക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ചൂടായാൽ ഉടനെ തന്നെ നമുക്ക് അതിനകത്ത് അല്പം കടുക് ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. നമുക്കൊന്ന് എണ്ണ ചൂടാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഏതായാലും കടുക് പൊട്ടി വരുന്നുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ആഡ് ചെയ്ത് എടുക്കാം കേട്ടോ. ഈ ഇറച്ചി ഓൾറെഡി നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് തിരുമ്മി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് നേരത്തെ നാട്ടിൽ നിന്ന് തന്നെ. അങ്ങനെയാണ് ഇത് ഉണക്കിയെടുത്തേക്കണത്. അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ അതിനകത്തോട്ട് വെളുത്തുള്ളി ആഡ് ചെയ്യാം കേട്ടോ. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ചെറിയൊരു ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. നേരത്തെ ഇടാഞ്ഞ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ബ്രൗണിഷ് കളറായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇടാഞ്ഞതാണ്. നിങ്ങളൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിവിടെ പുറത്ത് ഞങ്ങളിപ്പോൾ ദുബായിലാണുള്ളത്. ഇവിടെ ദുബായിലുള്ളവർക്കായാലും സൗദിയിലുള്ളവർക്കായാലും എവിടെ ഉള്ളവർക്കായാലും ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാവുന്നതാണ്. കാരണം ഇവിടുത്തെ ചൂട് നിങ്ങൾക്ക് അറിയാലോ, നല്ല വെയിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്തെടുക്കാവുന്ന കാര്യമാണ്. ഞാനിതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ ഈസി ആവും. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ആഡ് ചെയ്യുകയാണ്. നല്ല ചൂടാണ് കേട്ടോ അവിടെ. ഇപ്പം ഏകദേശം ഒരു 45 ഡിഗ്രി ചൂടൊക്കെയാണ് പുറത്ത്. ആ ചൂടിന് പുറമെയാണ് അടുക്കളയിലെ ചൂട്. അവസ്ഥയും എന്താണ്, എക്സോസ്റ്റ് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് കാരണം നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ എക്സോസ്റ്റ് ഇട്ടിട്ടില്ല. നമ്മൾ 4 അടിച്ചതിന് സെക്യൂരിറ്റി കയറിയതും ദൈവത്തിന് അറിയാം, എല്ലാം പുകഞ്ഞു കൊണ്ടിട്ടുണ്ടെങ്കിൽ.
ഇത് ബ്രൗണിഷ് കളറായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് പൊടി ഐറ്റംസ് ആഡ് ചെയ്യാനായിട്ട്. മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും നമ്മൾ എല്ലാ സംഭവങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. ചിലർ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിവേ ഞങ്ങൾ ഏതായാലും മല്ലിപ്പൊടി ആഡ് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാലോ. നമ്മുടെ ഒരു ചെറിയ ചാനലാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ സപ്പോർട്ടും സഹകരണവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ആ കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ തന്നെ ഞങ്ങളൊക്കെ പോലുള്ള ഒരു പാവപ്പെട്ടവരൊക്കെ കയറി വരുന്നുള്ളൂ. വലിയ വലിയ ആൾക്കാരെ പോലെ അല്ലല്ലോ നമ്മൾ, പാവപ്പെട്ട ആൾക്കാരല്ലേ. അപ്പോൾ ഏകദേശം ഒരു മഞ്ഞ കളർ ആയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മൾ മഞ്ഞൾ പൊടിയും ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്യാൻ പോകാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പൊടിയുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറയ്ക്കുന്നുണ്ട്. എന്നിട്ടാണ് ചെയ്യുന്നത്. പൊടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് അല്പം മീറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇടിയിറച്ചി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇടിയിറച്ചി ആയിട്ടുള്ള ഇടിച്ചു വെച്ചിരിക്കുന്ന ഇറച്ചി നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുമ്പോൾ അത് കറക്റ്റ് ഇടിയിറച്ചി ആവുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാത്രവും സാധനത്തിന്റെ ക്വാണ്ടിറ്റി നമ്മൾ ഒരു മാച്ചിങ്ങും ഇല്ലാതായിപ്പോയി. എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളത് വെച്ചല്ലേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചെയ്യണവർ ഇച്ചിരി വലിയ പാത്രമൊക്കെ എടുത്താൽ അവർക്ക് ഇളക്കാൻ സൗകര്യമായിരിക്കും. എനിവേ എന്തായാലും നമ്മൾ ഉള്ളത് കൊണ്ട് ഓളം പോലെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്തതാണ്. അപ്പൊ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ ഇറച്ചി ഉണങ്ങുന്ന സമയത്ത് അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ട് തിരുമ്മിയിട്ടാണ് ഉണങ്ങുന്നത്. നമുക്ക് ഇനി അല്പം ഉപ്പ് ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഗരം മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. കൂടുതലൊന്നുമില്ല. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ആഡ് ചെയ്യാൻ പോണത്. നമ്മുടെ കറുത്ത മുത്ത്. കറുത്ത മുത്തെന്നല്ല, ശരിക്കും പറയാം കറുത്ത പൊന്നെന്നാണ് കേട്ടോ പറയാം. ഇത് നമുക്കിടയിൽ ഒരു മുത്ത് തന്നെയാണ്, അതുകൊണ്ടാണ് മുത്തെന്ന് പറഞ്ഞത്. ബീഫിന് കുരുമുളക് പൊടി അത് വേറെ ലെവൽ തന്നെയാണ്. അതില്ലെങ്കിൽ പിന്നെ എന്തിനാ പറ്റിയ ബീഫ്. ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കി നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇടയ്ക്ക്. കുറച്ച് വെളിച്ചെണ്ണ മേലുകൾ കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആകെ ഡ്രൈ ആയി പോകും. നമുക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും മാത്രമല്ല ടച്ചിങ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സെറ്റ് സാധനമാണ്. എന്നത് ഇവിടെ ടച്ചിങ്സ് മേടിക്കാൻ നമ്മളിപ്പോൾ വെള്ളം അടിക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഇടിയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി മെല്ലെ ഒരു പാത്രത്തിനകത്തോട്ട് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇടിയിറച്ചി റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഏതായാലും നമ്മൾ ഇടിയിറച്ചി ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അളിയൻ വന്നിട്ടുണ്ട്.
ഇവിടെ കുഞ്ഞളിയൻ വന്നേക്കാ. അളിയൻ ഇന്ന് ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടിയിൽ നിന്ന് ലീവ് എടുത്ത് വന്നേക്കാണ്. ഇന്ന് ഇടിയിറച്ചി ഇവിടെ വെക്കേണ്ടതുകൊണ്ട് ഇടിയിറച്ചി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇടിയിറച്ചി അതിന് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അപ്പോൾ അളിയനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അളിയന്റെ അഭിപ്രായം പറയും. അളിയ എടുത്ത് കഴിച്ചളിയാ. എന്നിട്ട് എടുക്കളിയാ. സൂപ്പർ അളിയാ. എങ്ങനെയുണ്ട്? പൊളി. അടിപൊളി അടിപൊളി. അപ്പൊ നമുക്ക് ഇനി തകർക്കാം. ഇനി കുറച്ചും കൂടി ഇരിപ്പുണ്ടോ? കുറച്ചുകൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇങ്ങനെ എടുക്ക. ആ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടില്ലേ? അയ്യാ സൂപ്പർ. അപ്പൊ നമ്മുടെ ഇടിയിറച്ചിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്ത് ചെയ്യണം? ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നേക്ക് വരും. ബൈ.